UDFിൻ്റെ എല്ലാ കൗൺസിലർമാരും ഇന്ന് വാട്ടർ അതോറിറ്റി സദേൺ റീജിയൻ CEA ഉപരോധിക്കാനുള്ള തീരുമാനമായിട്ടാണ് വന്നത്. ഒരു സമരം പൂർണ്ണ ദിവസം നടത്താനുള്ള തീരുമാനമായിട്ടാണ് വന്നത്. ഇവിടെ ഈ പുതിയ കോർപ്പറേഷൻ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് ജനുവരി മാസം തൊട്ട് ഈ നഗരത്തിലെ 101 വാർഡുകളിലും അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമാണുള്ളത്. നിർഭാഗ്യവശാൽ ഭരിക്കുന്ന കോർപ്പറേഷൻ അവർ പുതിയ BJP ആയതുകൊണ്ടും അവരുടെ കോർപ്പറേഷൻ ആയതുകൊണ്ടും ഈ കാര്യത്തിൽ വളരെ നിരുത്തരവാദിത്തമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു തീരുമാനമോ ഒരു പ്രോപ്പർ മീറ്റിങ്ങോ പരിഹാരം ഉണ്ടാക്കുവാനോ BJPയുടെ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ഇടതുപക്ഷ കൗൺസിലർമാർ നിശബ്ദരാണ്. കാരണം അവരുടെ സർക്കാരും അവരുടെ മന്ത്രിമാരും പറയുന്നത് ഇവിടെ എല്ലാം നന്നായിട്ട് നടക്കുന്നു, കേരളം നമ്പർ 1 ആണെന്നുള്ളത്. അപ്പോൾ ജനങ്ങളുടെ വിഷയം മനസ്സിലാക്കിയാണ് ഇത് 101 വാർഡുകൾക്ക് വേണ്ടി ഈ UDFിന് എല്ലാ കൗൺസിലർമാരും വന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം ഇവിടെ പണമുള്ള ആളുകളുടെ വീട്ടിലേക്ക് മന്ത്രിമന്ദിരങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് നിർലോഭം വെള്ളത്തിന് സപ്ലൈ ഉള്ളപ്പോൾ സാധാരണ ആളുകൾ താമസിക്കുന്ന തീരദേശ മേഖലകൾ, മത്സ്യബന്ധന മേഖലകൾ, മൈനോറിറ്റി മേഖലകൾ, അല്ലെങ്കിൽ ഇവിടുത്തെ രാജാജി നഗർ പോലത്തെ അർബൻ സ്ലംസ് ഉള്ള മേഖലകൾ, നമ്മുടെ വാർഡുകളിലെ ചെറിയ ഇടവഴികൾ, അവിടെ ഒന്നും വെള്ളമില്ല. ഇവിടെ എത്രയോ ദിവസമായി വെള്ളം രാത്രി 11:30 ഇറ്റിട്ട് വരുന്ന വെള്ളം രാവിലെ 5 മണിയാകുമ്പോൾ പോകും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അസൗകര്യങ്ങളുള്ള കവടിയാറ് പോലത്തെ വാർഡിൽ പോലും അവിടുത്തെ ഇടനാഴികൾ ഇടവഴികളിലൊന്നും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ഇതിൻ്റെ പ്രധാന പ്രശ്നമായി പറയുന്നത് കോൺട്രാക്ടർമാർക്ക് പണമില്ല എന്നുള്ളതാണ്. ഒരു സൈഡിൽ നിന്ന് മന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നു സർക്കാരിന് എല്ലാത്തിനും പണമുണ്ട്, കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഇവിടെ ആഘോഷങ്ങൾ നടക്കുകയാണ്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിൽ CE അടക്കം പറയുന്നു വാട്ടർ അതോറിറ്റിയിലെ കോൺട്രാക്ടേഴ്സിന് പണം കൊടുക്കാത്തതുകൊണ്ട് അവർ വർക്ക് ചെയ്യാതിരിക്കുകയാണ്. ഈ കോൺട്രാക്ടർമാരടക്കം ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരടക്കം താഴെ തട്ടിൽ പറയുന്നത് പണമില്ലാത്തതുകൊണ്ട് വർക്ക് എടുക്കാൻ ആളില്ല എന്നുള്ളതാണ്. ആളുകളെല്ലാം ഈ പറഞ്ഞ കൗൺസിലേഴ്സിന് മുകളിൽ നിൽക്കുകയാണ്. രണ്ടാമത്തേത് ഇവിടെ വാൽവിൻ്റെ റെഗുലേഷൻ. ഇവിടെ മുന്തിയ ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം നിർലോഭം വിടുവാൻ വേണ്ടി വാൽവിൻ്റെ റെഗുലേഷൻ നടക്കുകയാണ്. പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഓഫീസ് സമുച്ചയങ്ങളടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം വിടാൻ വേണ്ടി ഡൊമസ്റ്റിക് യൂസിനുള്ള വെള്ളം കുറയ്ക്കുകയാണ്. പണമില്ല എന്ന് പറയുമ്പോഴും ഇതുവരെ കാണാത്ത രീതിയിൽ 4 ഇരട്ടി 10 ഇരട്ടിയാണ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കുടിവെള്ളത്തിൻ്റെ വില കൂട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ ടാക്സ് നമ്മൾ നോക്കണം, പൈപ്പ് പൊട്ടുന്ന ലീക്ക് മനസ്സിലാക്കണം. ലീക്കുകൾ എത്രയോ ഗാലൻ കണക്കിന് വെള്ളമാണ് ഈ പറഞ്ഞ വാർഡുകൾ, മുട്ടടക്കമുള്ള വാർഡുകളിൽ പരാതി കൊടുത്തിട്ട് നോക്കാൻ ആളില്ല. പിന്നെ സർക്കാരിൻ്റെ ഒരു ഫോൺ നമ്പറുണ്ട്, ടോൾ ഫ്രീ. ആ ടോൾ ഫ്രീയിൽ വിളിച്ചാൽ നന്ദി ഹലോ പറയും, നമസ്കാരം പറയും. ആരുടെ നമസ്കാരവും നല്ല നമസ്കാരം നമുക്ക് വേണ്ട, പക്ഷെ റിസോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കഴിഞ്ഞൊരു മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ കോർപ്പറേഷൻ്റെ വിഷയം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മേയർ അടക്കം പങ്കെടുത്തൊരു മീറ്റിംഗ് 10 ദിവസങ്ങൾക്ക് മുമ്പ് UDF പറഞ്ഞിട്ടാണ് ആ മീറ്റിംഗ് വിളിച്ചത്. ആ മീറ്റിംഗ് കൊണ്ട് ഒരു സൊല്യൂഷനും ഉണ്ടായിട്ടില്ല. ഇവിടെ AEക്കും AXക്കും EEക്കും SCക്കും ഒന്നും ഒരു പരിഹാരം കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്ന് 4 ജില്ലകളുടെ ചാർജുള്ള CA നമ്മൾ വിരോധിച്ചത്. എന്തായാലും 5 ദിവസത്തേക്കുള്ള അവർ ഒരു സമയം ചോദിച്ചിരിക്കുകയാണ്. ചില കാര്യങ്ങളിൽ ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 5 ദിവസം വെയിറ്റ് ചെയ്യുകയാണ്. ഇനി വരുന്ന ദിവസങ്ങൾ, ഇപ്പോൾ നോമ്പിൻ്റെ കാലമാണ്, എല്ലാ മതസമുദായങ്ങൾക്കും നോമ്പുള്ള സമയമാണ്, ആറ്റുകാൽ പൊങ്കാലയുടെ സമയമാണ്, എക്സാം സീസണാണ്, ഇനി വേനൽ വരികയാണ്. ഇപ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ പുതിയ ഭരണസമിതി കാരണവും ഈ കേരള സർക്കാർ കാരണം ഇവിടെ ഗതികെട്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നിൽക്കുവാനുള്ള UDF ഉണ്ട്. 5 ദിവസം നമ്മൾ നോക്കും. 5 ദിവസം കൊണ്ട് ഈ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകും. എല്ലാ മാറ്റങ്ങളും വേണമെങ്കിൽ നമുക്കറിയാം. പക്ഷേ ഒരു ക്രിയേറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ 5 ദിവസം കൊണ്ട് ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പോവുകയാണ്. അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരങ്ങൾ, നമ്മുടെ വാർഡിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഉള്ള സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് ഈ വിഷയം സാധാരണ ആളുകൾ, കൗൺസിലർമാർക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും കുറ്റം പറഞ്ഞ കൗൺസിലർമാരെയാണ്. ചില ആളുകൾ പറയുന്നത് പുതിയ കൗൺസിൽ വന്നതിന് ശേഷം പല വാർഡുകളിലും വെള്ളം അങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതെന്തായാലും സമ്മതിക്കാൻ കഴിയുകയില്ല. വികസിത തിരുവനന്തപുരം എല്ലാം മാറുന്നില്ല. എന്താ മാറിയത്? ഒന്നും മാറിയിട്ടില്ല. ഒന്നും മാറിയില്ലെന്ന് മാത്രമല്ല, കുടിവെള്ള പ്രശ്നം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ഇത്തരത്തിൽ CA കണ്ട പോലൊരു മീറ്റിംഗ് ഒന്ന് ക്രിയേറ്റ് വിളിക്കാൻ എന്തുകൊണ്ട് മേയർ കഴിയുന്നില്ല? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അവർക്ക് ആ വിഷയത്തിലൊന്നും താല്പര്യം. നമുക്ക് ഈ പറഞ്ഞ ഡൽഹി എന്നുള്ള മോദിയുടെ വലിയ പദ്ധതികളൊക്കെ വരുവാണെങ്കിൽ വരട്ടെ, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ വലിയ മാറ്റങ്ങളും ഒളിമ്പിക്സും കൊണ്ടുവരുന്നത് പിന്നെ കൊണ്ടുപോവാ. ആദ്യം ഈ നാട്ടിലെ ആളുകൾക്ക് കുളിക്കാനും ഭക്ഷണം കൊടുക്കാനുള്ള വെള്ളം നിങ്ങൾ കൊണ്ടുപോവാ.